നമസ്കാരം മക്കളെ, സുബർ സാറാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ് എൻട്രൻസിന് വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും ടൈം കുറച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക, അതാണ് നമ്മുടെ ഉദ്ദേശം. 2 നമ്മുടെ ഗ്രേറ്റ് ഇന്റഗ്രേഷനിലെയാണ്, ഒരെണ്ണം ഡെഫിനിറ്റ് ഇന്റഗ്രലാണ് കേട്ടോ. ഇതിനെ നമുക്ക് ചെയ്യാൻ തന്നെ എങ്ങനെയാണെന്നുള്ള മെത്തേഡ് വേണമല്ലോ, പിന്നെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അല്ലേ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കുക, ഇന്റഗ്രൽ 1 to e raised x into 1 plus x log x whole divided by x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 1 to e raised x into 1 plus x log x whole by x. അപ്പൊ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി നമുക്ക് പ്രശ്നമാണ്. നമ്മൾ സാധാരണ കാണുമ്പോൾ ഇത് നോക്കിക്കുക, log x ഉണ്ട്, ബൈ x ഉണ്ട് അല്ലേ. log x ഉം ബൈ x ഉം കണ്ട പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ, അതിന്റെ ഡെറിവേറ്റീവ്. പക്ഷെ അങ്ങനെയല്ല ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയോണം. ഇന്റഗ്രൽ 1 to a e raised to x into, ഇതിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ പോവാണ്. a പ്ലസ് ബി ബൈ സി നമുക്ക് ഇങ്ങനെ എഴുതാം മോനെ. a ബൈ സി പ്ലസ് ആരെന്ന് എഴുതാം, b ബൈ സി എന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം കേട്ടോ. a പ്ലസ് ഇത്രയും b ബൈ സി. a ബൈ സി ബി ബൈ സി ആകുമ്പോൾ ആദ്യത്തെ ടൈം 1 ബൈ എക്സ്, ശരിയല്ലയോ, പ്ലസ് രണ്ടാമത്തെ ടൈം എക്സ് ലോഗ് എക്സ് ബൈ എക്സ് ആകുമ്പോൾ എക്സ് ക്യാൻസൽ ആയിക്കൊണ്ട് ആരെന്ന് കിട്ടും, ലോഗ് എക്സ്. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊന്ന് കണ്ട, ഓ ഇവൻ അവനാണടാ എന്ന് തോന്നില്ലയോ. ഇത് ലോഗ് എക്സ്, ഇത് അതിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് അല്ലേ. ഇപ്പൊ നോക്കിക്കേ, ഇ റൈസ് എക്സിന്റെ ബ്രാക്കറ്റ് 2 പേര്, ഒരാൾ മറ്റൊരാളുടെ ഡെറിവേറ്റീവ്, ഒരാൾ മറ്റൊരാളുടെ ഡെറിവേറ്റീവ്. അങ്ങനെ വന്നാൽ ആൻസർ എഴുതുമ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇതിനുള്ളിലെ ഫംഗ്ഷൻ ആൻസർ ആരെന്ന് എഴുതിയാൽ മതി, ലോഗ് എക്സ്. ഇത്രേ ഉള്ളൂ, ഇന്റഗ്രേഷൻ കഴിഞ്ഞ കേട്ടോ. ഇങ്ങനെ കിടക്കണം. ഇ റൈസ് എക്സിന്റെ ബ്രാക്കറ്റിൽ ഇങ്ങനെ 2 പേര്, ഒരാൾ മറ്റൊരാളുടെ എന്താവണം, ഡെറിവേറ്റീവ് ആവണം കേട്ടോ. ഓവർ ദി ലിമിറ്റ് എത്ര കിട്ടി, 1 to e. ഇനി എക്സ് കാണുന്നിടത്തെല്ലാം നമ്മൾ ഇ എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ എക്സിന് ഇ കൊടുക്കണം, ഇവിടെ ഇ കൊടുക്കണം, നെക്സ്റ്റ് 1 കൊടുക്കണം കേട്ടോ. അപ്പൊ എങ്ങനെ ഇ റൈസ് ടു ഇ ഇൻറ്റു ലോഗ് ഇ മൈനസ് 1 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 1 ഇൻറ്റു ലോഗ് 1. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഈ എക്സ് കാണുന്ന 2 പ്ലേസിലും ഇ കൊടുത്തു, നെക്സ്റ്റ് ഈ എക്സ് കാണുന്ന 2 1 കൊടുത്തു കേട്ടല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇ ഇൻറ്റു ലോഗ് ഇ. വാട്ട് ഈസ് ലോഗ് ഇ, 1 ആണ് കേട്ടോ, മൈനസ് ഇ റൈസ് ടു 1. ഇ റൈസ് ടു 1 ലോഗ് 1 എത്രയും മോനെ, 0. അപ്പൊ ഫുൾ ടൈം രണ്ടാമത്തെ 0 ആണ് കേട്ടോ. ഈ ലോഗ് 1 0 ആവുന്നുണ്ട്, ഇ റൈസ് ടു 1 ഇൻറ്റു 0 0. അപ്പൊ ആൻസർ കിട്ടുന്നത് ഇ റൈസ് ടു ഇ ഇൻറ്റു 1. അതാണ് ആൻസർ. ആരെ തന്നെ കിട്ടും, ഇ റൈസ് ടു ഇ എന്ന് കിട്ടും കേട്ടോ. നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കിക്കേ, ഇന്റഗ്രൽ ഇ റൈസ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് ഇ റൈസ് എക്സ് ഡി എക്സ്. ഒന്നുമില്ല, പേടിക്കേണ്ട, ഒരു സിമ്പിൾ ആണ്. ഇവിടെ നോക്കിക്കേ, ഇ റൈസ് ടു എക്സിന് നമ്മൾ യു കൊടുത്താൽ മതി കാരണം അതിന്റെ ഡെറിവേറ്റീവ് പുറത്ത് ഇ റൈസ് എക്സ് കിടക്കുന്നുണ്ടോ. അപ്പൊ നമ്മൾ ഈ അകത്തെ ഇ റൈസ് എക്സിന് യു കൊടുക്കുമ്പോൾ ഇ റൈസ് എക്സ് ഈക്വൽ യു, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇ റൈസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു, ശരിയല്ലയോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റനിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാവും, ഈ ഇ റൈസ് ടു എക്സും ഡി എക്സും, ഈ ഇ റൈസ് ടു എക്സും ഈ ഡി എക്സും കൂടെ ചേർന്ന് ആരായിട്ട് മാറി, ഡി യു ആയിട്ട് മാറി. പിന്നെ റൂട്ട് ഓഫ് ഇ റൈസ് എക്സ് ആരായിട്ട് മാറി, യു. അപ്പൊ റൂട്ട് യു. റൂട്ട് യു ഇന്റഗ്രൽ നമുക്ക് റൂട്ട് എക്സിന്റെ എന്തായിരുന്നു, റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ എക്സ് റൈസ് 3/2 by 3/2. അപ്പൊ റൂട്ട് യു ഇന്റഗ്രൽ യു റൈസ് 3/2 ഡിവൈഡഡ് ബൈ 3/2. യുവിന് പകരം ആരെ കൊടുക്കണം, ഇ റൈസ് എക്സ് കൊടുക്കുമ്പോൾ ഇ റൈസ് എക്സ് ഹോൾ റൈസ് 3/2 ഇൻറ്റു 2/3 കേട്ടോ. ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് 2/3 ഇൻറ്റു, ഇത് തിരിച്ചിട്ട് കേട്ടോ, 2/3 ഇൻറ്റു ഇ റൈസ് എക്സ് ഹോൾ റൈസ് 3/2. ഓക്കെ, 2 ക്വസ്റ്റൻസും നല്ലതായിരുന്നു. ഓക്കെ ആണല്ലോ.